രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡൻസാണ് കാണിക്കുന്നത്. നേരത്തെ സുകേഷ് പറഞ്ഞതുപോലെ ഒന്ന് കാണ്ഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോകൽ, രണ്ട് പാർലമെൻറ്റ് ആക്രമണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇൻ്റലിജൻസ് ബ്യൂറോ ചീഫായിരുന്നയാൾ അജിത് ഡോവലാണ് ഇപ്പോൾ നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ഓക്കെ, അപ്പോൾ ഈ സിനിമ എത്ര ബുദ്ധിപരമായിട്ടാണ് ഈ സിനിമ പ്രൊപ്പഗൻഡയ്ക്ക് ഉപയോഗിക്കുന്നതെന്നാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഈ സിനിമ അത് കഴിഞ്ഞ് പറയുന്നത് ബോംബെ ടെറർ അറ്റാക്കിനെ കുറിച്ചാണ്. അപ്പോൾ ബോംബെ ടെറർ അറ്റാക്കിനെ കുറിച്ച് ഈ ദുരന്തർ സ്പൈ വർക്ക് ചെയ്യുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഇൻപുട്സ് നമുക്കുണ്ട്. അതായത് നമുക്കവിടെ ടെറർ അറ്റാക്ക് ഉണ്ടാകും എന്ന് ഇൻപുട്സ് ഉണ്ട്. ആ ഇൻപുട്സ് വേണ്ട വിധത്തിൽ അന്നത്തെ മൻമോഹൻ സിംഗ് ഭരണകൂടം പരിഗണിച്ചില്ല എന്നുള്ളതാണ് സിനിമ പറയുന്നത്. അത് തടയാൻ വേണ്ട മുൻകരുതലെടുത്തില്ല. അത് യഥാർത്ഥത്തിൽ ബോംബെ ടെറർ അറ്റാക്സിനെ കുറിച്ച് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. അത് ബോംബെ ടെറർ അറ്റാക്സിനെ കുറിച്ച് മാത്രമല്ല, ഇന്ത്യയിൽ നടന്ന മുഴുവൻ ഭീകരാക്രമണങ്ങളെക്കുറിച്ചും മുൻപ് ഇൻ്റലിജൻസ് ഇൻപുട്ട് വന്നിട്ട് നമുക്ക് തടയാൻ കഴിയാത്തതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പുൽവാമയിൽ CRPF ജവാന്മാരെ കൊന്ന സംഭവം 11 ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. അത് തുറന്നു പറഞ്ഞാലാണ് സത്യപാൽ മല്ലിക്കാണ് പറഞ്ഞത് നമുക്ക് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. ആ ഇൻപുട്ട് ഉണ്ടായിരിക്കുകയാണ് ഇവരെ റോഡ് മാർഗം വിടരുത്, അവരെ എയർ ഫൈറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കേന്ദ്രത്തോട് പറഞ്ഞു, കേന്ദ്രം ഹെലികോപ്റ്റർ അയച്ചു തന്നില്ല എന്ന് അദ്ദേഹം തന്നെ പരാതി പറഞ്ഞത്. അപ്പോൾ ഈ പടം എങ്ങനെയാണ് പ്രൊപ്പഗൻഡയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, BJP ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നടന്ന ടെറർ അറ്റാക്സ്, ഉദാഹരണത്തിന് ഈ പറയുന്ന കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്ക്, പാർലമെൻറ്റ് അറ്റാക്ക്, ഇതിനൊന്നും രാഷ്ട്രീയമായ അക്കൗണ്ടബിലിറ്റി ഇല്ല. ശ്രദ്ധിക്കണം, ഈ കാണ്ഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോകലിൽ ഫസ്റ്റ് അതാണ് കാണിക്കുന്നത്. അതിൽ അജിത് ഡോവലും അന്നത്തെ വിദേശകാര്യമന്ത്രിയുടെ മുഖച്ഛായുള്ള ജസ്വന്ത് സിംഗ് ആണെന്ന് വിദേശകാര്യമന്ത്രി മുഖച്ഛായുള്ള ഒരു കഥാപാത്രവും ആണ് അതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് അതായത് അജിത് ഡോവൽ ആവശ്യപ്പെടുകയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഈ വിമാനം ഇതിൽ ഓപ്പറേഷൻ നടത്തി ഒരു കമാൻഡോ ഓപ്പറേഷനിലൂടെ വിമാനം തിരിച്ചു പിടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ജസ്വന്ത് സിംഗിൻ്റെ പോലെ മുഖച്ഛായുള്ള കഥാപാത്രം പറയുന്നു അത് പറ്റില്ല, നമുക്ക് വേറെ രീതിയിലുള്ള പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്, US-ൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അത് അനുനയിപ്പിക്കുകയാണെന്ന്. യഥാർത്ഥത്തിൽ കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്കിൽ സംഭവിച്ചതെന്താണെന്നുള്ളത് ബുദ്ധിപൂർവ്വം മറച്ചുവെക്കുക കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഈ കാണ്ഡഹാർ ഹൈജാക്കിനെ തുടർന്ന് മൗലാന മസൂദ് അസർ എന്ന് പറയുന്ന കൊടും ഭീകരൻ, അന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട്, അയാൾ വിട്ടയക്കേണ്ടി വന്നു, നമുക്ക് ഇന്ത്യക്ക് വിട്ടയക്കേണ്ടി വന്നു. ഈ മസൂദ് അസറിനെ കൊണ്ടുപോയി അവിടെ കൈമാറി അവിടെ നിന്നുള്ള ഇന്ത്യൻ ബന്ദികളെ മോചിപ്പിക്കുന്ന ഈ അജിത് ഡോവൽ തന്നെയാണ്. പൈസ റാൻസം കൊടുത്തായിട്ടും AS ദുലാത്ത് എന്ന് പറയുന്ന റോയുടെ ചീഫ് എഴുതിയൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് അജിത് ഡോവലിൻ്റെ കരിയറിലെ ഏറ്റവും നാണം കെട്ട അധ്യായമാണ് ഈ കാണ്ഡഹാർ പ്ലെയിൻ ഹൈജാക്ക്. അത് അജിത് ഡോവലിൻ്റെ കുഴപ്പം കൊണ്ടല്ല കേട്ടോ, അജിത് ഡോവലിൻ്റെ എന്തോ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതല്ല, അദ്ദേഹം കേവലം IB ചീഫ് മാത്രമാണ്. ഓക്കെ, അത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നാണ്, കാണ്ഡഹാർ ഈ ദുബായിൽ നിന്ന് പുറപ്പെട്ടൊരു വിമാനം ഹൈജാക്ക് ചെയ്ത് ഇന്ത്യയുടെ വ്യോമാതിരത്തിൽ അമൃത്സറിൽ ഇത് ഇറക്കിയിരുന്നു, ലാൻഡ് ചെയ്തപ്പോൾ ഈ ദുലാത്ത് ഉൾപ്പെടെയുള്ള റോയുടെ ചീഫ് ഉൾപ്പെടെ സർക്കാരിന് അന്ന് AB വാജ്പേയി ആണ് ഭരിക്കുന്നത്, മുന്നോട്ട് വെച്ചൊരു ആവശ്യം, നമ്മൾ അമൃത്സറിൽ ഇത് റീഫ്യൂവലിനാണ് ഇറങ്ങിയത്, ഇന്ധനം തീർന്നു പോയി, അപ്പോൾ ഫ്യൂൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്, ഈ സമയത്ത് നമ്മൾ കമാൻഡോകളെ അയച്ച് വിമാനം മോചിപ്പിക്കണം എന്ന് പറഞ്ഞു. അതിന് നോ പറയാനുള്ള കാരണം എന്താണെന്നാണ് ഭരണകൂടം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ BJP ഭരിക്കുമ്പോഴെല്ലാം നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലെ വിലപേശൽ ശേഷിയും നമ്മുടെ ഉറച്ച തീരുമാനങ്ങളും ഇല്ലാതാവുന്ന എങ്ങനെയാണെന്നുള്ള ഒരു ഉദാഹരണം കൂടിയാണത്. അപ്പോൾ ഇവിടെ കമാൻഡോ ഓപ്പറേഷൻ നടത്തിയത് മോചിപ്പിക്കാം, കാരണം 3-4 ഹൈജാക്കേഴ്സാണ് വിമാനത്തിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് കമാൻഡോ ഓപ്പറേഷൻ വഴി അവരെ മോചിപ്പിക്കുക എന്ന ഇത് വന്നു കഴിഞ്ഞപ്പോൾ അത് തടയാനുള്ള കാരണം, ഈ വിമാനത്തിൽ ഒരു VVIP ഉണ്ടായിരുന്നു. ആ VVIPയുടെ പേര് റോബർട്ടോ ഗ്രിയോറി എന്നാണ്. അയാൾ ദേലാരു എന്ന് പറയുന്ന ലോകത്തെ നോട്ട് അച്ചടിക്കുന്ന ഏറ്റവും വലിയ കമ്പനിയുടെ ഓണറാണ് അന്നത്തെ. അപ്പോൾ അയാൾ സ്വിറ്റ്സർലൻഡ് പൗരനാണ്. അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡ് പൗരനായ ഇയാൾ ഈ വിമാനത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് സ്വിറ്റ്സർലൻഡ് ഇടപെട്ടു, ഇന്ത്യയുമായി ബന്ധപ്പെട്ടു, ഇന്ത്യയിലേക്ക് പ്രത്യേക ദൂതനെ അയച്ചു. ഒരു കാരണവശാലും കമാൻഡോ ഓപ്പറേഷനിലേക്ക് പോയത് അയാളുടെ ജീവൻ അപകടത്തിലാവും. ഒരു മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാവുമെന്നുള്ള മറ്റൊരു രാജ്യത്തിൻ്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് നമ്മൾ കമാൻഡോ ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അമൃത്സറിൽ നിന്ന് ഈ വിമാനം വീണ്ടും കാണ്ഡഹാറിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ കൈവശമുള്ള ഒരു ഭീകരനെ കാണ്ഡഹാർ വരെ കൊണ്ടുപോയി അവർക്ക് കൈമാറുന്നു, ബന്ദികളെ മോചിപ്പിക്കുന്നു, റാൻസോം കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെങ്ങനെയാണ് എന്തിനാണ് നമ്മൾ സ്വിറ്റ്സർലൻഡിന് കീഴടങ്ങുന്നത്? എന്തിനാണ് ഒരു ധനികനായ ഒരു VVIPക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യൻ പൗരന്മാരാണ് അതിലുള്ളത്, ഇന്ത്യൻ പൗരന്മാരുടെ ജീവൻ കൊണ്ട് ബന്ധാടുന്നത്? എന്തിനാണ് നമ്മൾ റാൻസം കൊടുക്കുകയും ഭീകരനെ വിട്ടയക്കുകയും ചെയ്ത് ആ ബന്ദികളെ മോചിപ്പിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ്? ഈ ഒരൊറ്റ രാജ്യത്തിൻ്റെ സമ്മർദ്ദമാണ്. സ്വിറ്റ്സർലൻഡ് ഒരു ധനിക രാജ്യമാണ്, സമ്മതിച്ചു, ശരി, ഒരു യൂറോപ്യൻ രാജ്യമാണ്. പക്ഷേ ഇന്ത്യ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങേണ്ട കാര്യം എന്താണ്? അവിടെ സംഭവിച്ച ഈ ഒരൊറ്റ സംഭവം കൊണ്ടാണ്. നോക്കുക, മൗലാന മസൂദ് അസറിനെ വിട്ടയക്കുന്നു, അയാൾ പാകിസ്ഥാനിൽ പോയിട്ട് ജെയ്ഷെ മുഹമ്മദ് ഉണ്ടാക്കുന്നു. 2001
ഇന്ത്യയിൽ കാർഗിൽ, അതിനുശേഷമാണ് കാർഗിൽ യുദ്ധം നടക്കുന്നത്, കാർഗിൽ യുദ്ധത്തിൽ മരിച്ച സൈനികർക്കുള്ള ശവപ്പെട്ടിയിൽ കുംഭകോണം നടന്നു എന്ന ആരോപണം പാർലമെൻറ്റിൽ ഉന്നയിച്ച് അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാർലമെൻറ്റ് ആക്രമണം ഉണ്ടാകുന്നു. അവിടെയുണ്ട് അജിത് ഡോവലിൻ്റെ കഥാപാത്രം, മാധവനാണ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ പാർലമെൻറ്റ് ആക്രമണം എന്തുകൊണ്ട് തടയാൻ പറ്റിയില്ല? യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് ആക്രമണം നടത്തിയതാരാണ്? സിനിമ കാണിക്കുന്നത് ഇതേ ബന്ദി നാടകത്തിൽ ഈ പറയുന്ന കാണ്ഡഹാർ വിമാന ഹൈജാക്കിങ്ങിൽ പങ്കെടുത്ത ഒരു ഭീകരനാണ് ഇവിടെയും വരുന്നതെന്നാണ് കാണിക്കുന്നത്. അയാളെ മാറ്റി മാറ്റി കാണിക്കുന്നുണ്ട്. അയാൾ തന്നെയാണോ വന്നത്? തെളിവുകളുണ്ട്. ആ പാർലമെൻറ്റ് ആക്രമണത്തിൽ പങ്കെടുത്ത ഭീകരന്മാർ ആരൊക്കെയാണ്? ഇന്നും ഈ 25 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് മറുപടിയില്ല. അപ്പോൾ പിന്നീടാണ് ബോംബെ ടെറർ അറ്റാക്ക് ഉണ്ടാകുന്നത്. ബോംബെ ടെറർ അറ്റാക്കിൽ നമുക്ക് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് ഈ സ്പൈ വർക്കിന് അതിനുശേഷം, ഈ പാർലമെൻറ്റ് ആക്രമണത്തിന് ശേഷമാണ് സ്പൈ വർക്ക് ഓപ്പറേഷൻ ദുരന്തറിന് വേണ്ടി രൺവീർ സിംഗിനെ അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഇൻ്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചിട്ടും അത് തടയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സിനിമയുടെ മർമ്മപ്രധാനമായ പ്രമേയം. ആ തടയാതിരുന്നത് അതിനുള്ള പൊളിറ്റിക്കൽ വില്ല അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരിനില്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതേ ചോദ്യം പുൽവാമ അറ്റാക്കിൽ ഉണ്ടാവാൻ. കാരണം ബോംബെ ടെറർ അറ്റാക്ക് ഉണ്ടാകുന്നത് ഏതെങ്കിലും ഇലക്ഷന് മുമ്പൊന്നുമല്ല. പുൽവാമ അറ്റാക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ച് നമ്മൾ കണ്ടതാണ്. പെഹൽഗാം അറ്റാക്ക് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഉപയോഗിച്ച് കണ്ടതാണ്. ഏറ്റവും അവസാനം 2025 ചെങ്കോട്ട അറ്റാക്ക് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസമാണ് ഉണ്ടാകുന്നത്. അതിന് ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? അപ്പോൾ യഥാർത്ഥത്തിൽ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി വളരെ ബുദ്ധിപരമായി സ്ക്രിപ്റ്റ് ചെയ്തൊരു സിനിമയാണത്. മേക്കിംഗ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാകുന്നത് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ ഈ കാണുന്ന ആളുകൾ ബുദ്ധിയുള്ളവരാണെന്ന് ഈ സിനിമ ഇറങ്ങുന്നവർ മനസ്സിലാക്കണം. അവർ വേറെയും ചിന്തിക്കും. അവർ അതിനപ്പുറം സിനിമ നല്ലതാണെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ കണ്ടിട്ട് ആൾ വീട്ടിൽ നിന്ന് ആലോചിക്കും. ഇപ്പോൾ ബോംബെ ടെറർ അറ്റാക്ക് ഒരു പൊളിറ്റിക്കൽ വില്ലില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ രാജ്യദ്രോഹികളായ ദേശദ്രോഹികളായ രാഷ്ട്രീയക്കാർ ഭരിച്ചതുകൊണ്ടോ സംഭവിച്ചതാണെങ്കിൽ പിന്നീട് നടന്ന ഭീകരാക്രമണങ്ങളും അങ്ങനെ ആവാൻ വഴിയില്ലേ? അങ്ങനെ ആളുകൾ ചിന്തിക്കില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ട് ഒരു സിനിമയെ പ്രൊപ്പഗൻഡ ഫിലിം അല്ല എന്ന് പറയാൻ കഴിയില്ല.